ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ധനുഷ്, മമ്മൂക്ക, ശ്രീലീല, സായ് പല്ലവി, ഇന്ദ്രൻസ് എന്നിവരൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണ് ധനുഷിൻ്റെ ചിത്രമായ D55. ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ്, അതായത് ടൈറ്റിൽ അനൗൺസ്മെൻറ്റിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഇന്നലെ റിലീസായിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നേ ദിവസം 18-ാം തീയതി ടൈറ്റിൽ വരുന്നതായിരിക്കും. ഏത് സമയമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ടൈറ്റിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത മാസം ജൂലൈ 9-ാം തീയതി നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഐ നോബഡി എന്ന ചിത്രം റിലീസിനെത്തുകയാണല്ലോ. അതേ പ്രമാണിച്ച് ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ അടുത്തൊരു ചിത്രം റിലീസിനെത്തുകയാണ്. അത് നമ്മുടെ കിരീടം എന്ന സിബി മലയിൽ ചിത്രമാണ്. ചിത്രത്തിൻ്റെ 4K റീമാസ്റ്റർ വെർഷൻ ഉടനെ തന്നെ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. റിലീസ് തീയതി അവർ പറഞ്ഞിട്ടില്ല. വിജയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് റിലീസ് ചെയ്യാൻ ചേരുന്ന ചിത്രമാണല്ലോ ജില്ല. ചിത്രം നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം. അപ്പോൾ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ മാത്രം നമ്മുടെ ജില്ല പ്രദർശിപ്പിക്കുന്നതായിരിക്കില്ല. നമ്മുടെ ആൽഫ എന്ന അടുത്ത YRF യൂണിവേഴ്സിൽ വരുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ചിത്രത്തിൽ നമ്മുടെ ഋതിക് റോഷൻ ചെറിയൊരു ക്യാമിയോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പനോരമ സ്റ്റുഡിയോസ് നമ്മുടെ ദൃശ്യം 3 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത 1-2 പ്രൊഡ്യൂസർമാരിൽ ഒരാളാണല്ലോ. അപ്പോൾ അവർ അടുത്ത 2 മലയാള ചിത്രം നമ്മുടെ ഫഹദിൻ്റെ ഒപ്പമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറായിട്ട് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ നല്ലൊരു വാർത്ത തന്നെയാണത്. മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രമാണല്ലോ കപ്പ്. ചിത്രം അങ്ങനെ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ വരുന്ന ജൂൺ 25-ാം തീയതി നമ്മുടെ മനോരമ ആപ്പിലൂടെ ചിത്രം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.